അങ്ങനെ വേദിയില്ലാതെ സങ്കടത്തിൽ കഴിയുകയാണ് വിക്രം. ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ശ്രീനിവാസൻ സാറിനെ സഹായിക്കാനായിട്ട് വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. അല്ലാത്ത സമയം വിക്രം ആകെ മൂഡൗട്ടായി റൂമിൽ ഓരോന്നൊക്കെ ഓർത്ത് സങ്കടത്തിൽ കിടക്കുകയാകും. സുധാകരൻ മാഷും വിക്രവും ചേർന്ന് വേദയെ വിളിക്കാൻ പോയെങ്കിലും വേദ വരാൻ തയ്യാറല്ലായിരുന്നു. അതെല്ലാം ഓർത്ത് ആകെ സങ്കടത്തിലിരിക്കുകയാണ് വിക്രം. ഈ സമയം കമലമ്മ വിക്രത്തിൻ്റെ അടുക്കൽ വരുന്നു. ശേഷം കമലമ്മ പറയുകയാണ്, മോനെ, ഇങ്ങനെ ഏത് സമയവും മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയാൽ മതിയോ മോനെ? മോനാകെ ക്ഷീണിച്ചു പോയി. കണ്ണിലൊക്കെ നല്ല ഉറക്കക്ഷീണമുണ്ട്. നീ രാത്രി ഉറങ്ങാറില്ലേ മോനെ? അമ്മേ, ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല എനിക്ക്. ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. വേദ എൻ്റെ മനസ്സിൽ അത്രയ്ക്കും ആഴത്തിൽ കടന്നു കയറിയെന്ന്. ഇപ്പോൾ വേദയില്ലാതെ എനിക്ക് ഒരു നിമിഷവും കഴിയാൻ സാധിക്കുന്നില്ല. ഓരോ നിമിഷവും കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായി തുടങ്ങി. ഇപ്പോൾ അടുത്തുണ്ടായിരുന്നപ്പോൾ അവളെ ആട്ടിയോടിച്ചും അവളോട് വഴക്കിട്ടും ദിവസങ്ങൾ വെറുതെ കളഞ്ഞു. എനിക്ക് പറ്റണില്ല അമ്മേ. ആദ്യം അച്ഛനുമായി പിണങ്ങിയിരുന്ന ദിനങ്ങളും വഴക്കൊക്കെയായി കുറേ കാലം അങ്ങനെയും പോയി. ഇപ്പോൾ അച്ഛനെ തിരിച്ചു കിട്ടിയപ്പോൾ വേദ പോയി. വേദയാണ് എന്നെയും അച്ഛനെയും ഒരുമിപ്പിച്ചത്. പക്ഷേ ഒരു ഭാഗത്ത് എല്ലാം ശരിയായി വരുമ്പോഴേക്കും മറ്റേ ഭാഗത്തു നിന്നും പ്രശ്നം തുടങ്ങി. ഒരു കാലത്തും എൻ്റെ പ്രശ്നങ്ങൾക്ക് അവസാനമില്ല അമ്മേ. ഇന്നും ദുഃഖത്തിൽ ജീവിതം തീർക്കാനാകും എൻ്റെ വിധി. വിക്രത്തിൻ്റെ ഈ വാക്കുകൾ കമലമ്മയെ കരയിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് വിക്രത്തെ ചേർത്ത് നിർത്തി കമലമ്മ പറയുകയാണ്, മോനെ, വിഷമിക്കല്ലേ. ഒരിക്കലും അച്ഛനെയും നിന്നെയും ഇങ്ങനെ പഴയ പോലെ സ്നേഹത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഇത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആ സന്തോഷം എനിക്ക് തിരിച്ചു തന്നത് വേദമോളാണ്. എനിക്കുറപ്പുണ്ട് മോനെ, വേദയ്ക്ക് അങ്ങനെയൊന്നും നിന്നെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ നിന്നെ ഒഴിവാക്കി പോകാനാണെങ്കിൽ വേദയ്ക്ക് ഒരു വർഷത്തോളം ഈ വീട്ടിലെ ആളായി നിന്ന് നല്ല കാര്യങ്ങൾക്ക് മാത്രം കൂട്ടുനിന്ന് ഇവിടെ ഒരു മോളെ പോലെ കഴിയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓരോ തവണയും നിന്നെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത് വേദയാ. അതുകൊണ്ട് വേദയ്ക്ക് അങ്ങനെ ഒരുപാട് നാൾ നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിക്രം. മോനെ, നീ സമാധാനമായിട്ടിരിക്കുക. വേദ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിന് കാരണം ഉണ്ടാകും. എൻ്റെ മോൻ നോക്കിക്കോ, വേദ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നീയും ഞാനും അച്ഛനും ഒക്കെ സങ്കടപ്പെട്ടതൊക്കെ ഓർത്തത് വെറുതെ ആകുമെന്ന് ഓർത്തിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അച്ഛൻ പറമ്പിൽ ഇപ്പോൾ പോയിരിക്കുക. നീ അങ്ങോട്ടേക്ക് ചെല്ലും മോനെ. വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടേണ്ട. എനിക്കും സങ്കടമുണ്ട് മോനെ. പക്ഷെ നമുക്ക് ഇത് മുൻപോട്ട് പോയല്ലേ സാധിക്കുമോ? വേദ എന്തായാലും തിരിച്ചു വരും. എൻ്റെ മോൻ സമാധാനമായിട്ടിരിക്കുക. ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമോ? അച്ഛന് വലിയ സന്തോഷമാകും മോനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ. ശരി അമ്മേ. ആ മോനെ, നീ പോകുമ്പോൾ മാഷിന് ചായ കൂടെ കൊണ്ടുപോകണേ. ഞാനതിപ്പോൾ എടുത്തു തരാം. അങ്ങനെ വിക്രം പറമ്പിലേക്ക് പോവാൻ തയ്യാറാവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് വാസവൻ്റെ വീടാണ്. വരുൺ വാസവൻ തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. വരുൺ പറയുകയാണ്, അച്ഛൻ ഇനി വിക്രമേട്ടനെതിരെ ഒന്നിനും നിൽക്കരുത്. എൻ്റെയും ദീപ്തിയുടെയും കാര്യത്തിൽ വേദ ചേച്ചിയും വിക്രമേട്ടനുമാണ് എല്ലാത്തിനും സപ്പോർട്ടിനായിട്ടുള്ളത്. അച്ഛൻ ഇത്രയും കാലം എൻ്റെ അവസ്ഥയ്ക്ക് കാരണമായ വിക്രമേട്ടന് ഒരുപാട് ദ്രോഹിച്ചു. പകരം വീട്ടാനായിട്ട് ഒരുപാട് നടക്കുകയും ചെയ്തു, കുറേയൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇനി അതൊന്നും വേണ്ട. അന്നും അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഒരു പുതിയ ജീവിതം കിട്ടിയത്. അല്ലെങ്കിൽ അച്ഛൻ തന്നെ ആലോചിച്ച് നോക്കൂ. അച്ഛൻ്റെ മകൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച് ഓരോ ദിവസവും തള്ളി നീക്കിയേനെ. ആ എന്നെയാണോ കാണാൻ അച്ഛനിഷ്ടം, അതോ ഇപ്പോൾ നിൽക്കുന്ന ഈ എന്നെ കാണാനാണോ അച്ഛനിഷ്ടം? അച്ഛൻ തന്നെ ഓർത്ത് നോക്കൂ. അതിന് ഒന്നില്ലെങ്കിലും കാരണമായത് വിക്രമേട്ടൻ തന്നെയല്ലേ? അപ്പോൾ ശരിക്കും നന്ദി പറയേണ്ടത് വിക്രമേട്ടനോട് തന്നെയല്ലേ അച്ഛാ? അങ്ങനെ ചിന്തിച്ചു നോക്കൂ. കാര്യം നീ പറയുന്നത് സത്യമാണ്. പക്ഷേ നീ വയ്യാതിരുന്ന സമയത്ത് അച്ഛൻ ചിലർക്കൊക്കെ വാക്കുകൾ കൊടുത്തു പോയതാ മോനെ. അത് ആർക്കാണ് കൊടുത്തതെന്ന് എനിക്കറിയാം. ശ്രീകാന്തേട്ടനല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞു?
അതൊക്കെ അറിഞ്ഞു അച്ഛാ. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയ ക്യാരക്ടറല്ല ശ്രീകാന്ത് ചേട്ടൻ്റെ. കാര്യം ദീപ്തിയുടെ ചേട്ടനാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ അച്ഛൻ വിചാരിക്കുന്ന പോലെ നല്ലൊരു വ്യക്തിയല്ല അദ്ദേഹം. ദീപ്തിയുമായിട്ടുള്ള കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ് വല്ല വാക്കും ശ്രീകാന്ത് ചേട്ടൻ തന്നോ അച്ഛന്? അത് അത് മോനെ, ഇപ്പം നീ അതേപ്പറ്റിയൊന്നും പറയണ്ട. എനിക്കറിയാം, അച്ഛൻ നോക്കിക്കോ. ശ്രീകാന്തേട്ടൻ്റെ തനി സ്വഭാവം അറിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം. പണ്ട് വിക്രമചേട്ടനോട് പ്രതികാരം വീട്ടിയതുപോലെ ശ്രീകാന്ത് ചേട്ടനോടായിരിക്കും പിന്നെ അച്ഛൻ പകരം വീട്ടാൻ നടക്കേണ്ടത്. അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ട് അച്ഛാ. ഇപ്പം തന്നെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഒന്നില്ലെങ്കിലും എൻ്റെ കാര്യത്തിന് വേണ്ടിയാണെന്ന് കൂടി ഒന്ന് ഓർത്തുകൂടെ? ഇപ്പോൾ വിക്രമൻ ചേട്ടനുമായിട്ട് അത്രയ്ക്ക് വളരെ ഒരു ബന്ധമായിപ്പോയി എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ആങ്ങളെ പോലെയാണ് ഇപ്പോൾ വിക്രമേട്ടൻ. അത് അച്ഛൻ മനസ്സിലാക്കിയ കൊള്ളാം എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് ചെല്ലുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വാസവൻ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും. അതേസമയം ശ്രീകാന്ത് വാസവൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ വർഷയുടെ അച്ഛനായിട്ട് സംസാരത്തിലാകും. ഭാഗ്യം വെച്ചാൽ അവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാസവൻ്റെ കാര്യമൊക്കെ തന്നെ ആയിരിക്കും. ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അച്ഛനുമായിട്ട്. അപ്പോൾ വാസവനാണെങ്കിൽ ഈ ഒരു കാര്യം പറയുകയാണെന്ന് അറിയുമ്പോൾ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും പറയുകയാണ്, ആ വാസവൻ ശരിക്കും ഒരു മണ്ടൻ തന്നെ. നമ്മുടെ ഈ ഒരു പ്ലാനിൽ അയാളെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് അയാൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ പൊട്ടനൊന്നും അറിയുന്നില്ല അല്ലേ അച്ഛ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിലും മറുപടി പറയുന്നുണ്ട്, അത് ശരിയാ മോനെ, അയാളെ നമ്മൾ കരുവാക്കി ഉപയോഗിച്ച് ആ വിക്രമനെയും നമ്മൾ തീർക്കുന്നു, വാസവനെയും രണ്ടുപേരെയും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ രണ്ടുപേരെയും സൈഡാക്കാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. വാസവൻ ശരിക്കും ഇത്രയ്ക്ക് മണ്ടനാണോ മോനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരേ ചിരിയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ വാസവന് ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കയറി ചെയ്ത് രണ്ടെണ്ണം കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവരിനി എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കാതോർത്ത് വാസവൻ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ പ്ലാനും വളരെ ഗംഭീരമായി പോയി, ഇനിയും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഏതായാലും സുധാകരൻ മാഷിനെ കിഡ്നാപ്പ് ചെയ്ത് വേദയെ ഞാൻ വീട്ടിലെത്തിച്ചില്ലേ, അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. അവളില്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ഇനി നമുക്ക് ദർശനമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. എന്നിട്ട് അതുവരെ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ ദീപ്തിയെ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ വാസവന് കൂടെ കൂട്ടിയത്. ആ വാസവന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലേ? വിക്രമിനേക്കാളും വലിയ തെമ്മാടിയാണ് ആ വരുൺ. അതുമല്ല, അവൻ എത്ര വൃത്തികെട്ടവനാണ്, മയക്കുമരുന്നിന് അടിമയാണ്. അതുപോലെ എത്ര പെണ്ണുങ്ങളെയാണ് അവൻ റേപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുത്തനെയാണോ എൻ്റെ പെങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? അതുകൊണ്ട് വാസവനെയും തീർത്തേ മതിയാകൂ നമുക്ക്. അതുകൊണ്ട് ആദ്യം വിക്രമിനെ തീർക്കണം. വിക്രമിനെ നമ്മൾ തീർക്കാൻ വാസവനെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ വാസവൻ ആ തെറ്റ് ചെയ്തതിന് നമ്മളായിരിക്കും സാക്ഷി. അങ്ങനെ നമുക്ക് വാസവനെയും കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് രണ്ടുപേരെയും തീർക്കാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ ഈ സമയം ഇതെല്ലാം കേട്ട് വാസവനാണെങ്കിൽ ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവരോട് ചെന്ന് പ്രതികരിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ ഒരു സമയമല്ല എന്ന് വാസവൻ തന്നെ മനസ്സിലാക്കുകയാണ്. കാരണം അവിടെ ചെന്ന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് എല്ലാ കാര്യങ്ങളും തെളിയിക്കാനായിട്ട് ഉള്ള ഒരു നിമിഷമായിരിക്കും വാസവന് നഷ്ടമാകുന്നത് എന്ന് മനസ്സിലാക്കിയ വാസവൻ അവിടെ നിന്നും നേരെ ചെല്ലുന്നത് വരുണിൻ്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ വരുണിൻ്റെ അടുത്ത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മോനെ, എനിക്ക് തെറ്റുപറ്റി, നീ പറഞ്ഞത് വളരെയധികം സത്യമാണ്, ഞാനത് നേരിൽ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വരുണിനോട് സംസാരിക്കുന്നു. അപ്പോൾ വരുണാണെങ്കിലും വാസവനോട് പറയുകയാണ്, അച്ഛാ ഇനി ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അച്ഛൻ ചെന്ന് വിക്രമൻ ചേട്ടനോട് മാപ്പ് പറയണം, ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. പാവം വേദേച്ചയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വിക്രം ചേട്ടൻ. അപ്പോൾ അച്ഛൻ ഇത്രകാലം ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം പോലെ ഒന്ന് ചെന്ന് മാപ്പ് പറയണം അച്ഛ എന്നിങ്ങനെ വരുൺ പറയുന്നു. അപ്പോൾ വാസവനാണെങ്കിൽ വിക്രമിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. വാസവൻ വരുന്നത് കാണുമ്പോൾ തന്നെ വിക്രവും അവിടെ കമലമ്മ അതുപോലെ തന്നെ സുധാകര മാഷൊക്കെ ഉണ്ടാവും. ദേഷ്യത്തിൽ ഇങ്ങനെ വിക്രം വന്നിട്ട് നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ സുധാകരൻ മാഷാണെങ്കിലും തനിക്ക് ചെയ്തൊന്നും മതിയായിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വാസവനാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ വഴക്കിനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നിനും തന്നെയല്ല വരുന്നത്. എനിക്ക് ചില തെറ്റുകൾ പറ്റി, അതിന് ഞാൻ മാപ്പ് ചോദിക്കാനും അതുപോലെ
ചില സത്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് വന്നത് എന്ന് പറയുമ്പോൾ വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഒരു സത്യം കേൾക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇനിയിപ്പോൾ കൈപ്രയോഗം നടത്തേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കമലമ്മയാണെങ്കിലും മോനെ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, ഏതായാലും നമുക്ക് എന്തിനാണ് വന്നതെന്ന് നീ ചോദിച്ചു നോക്ക്, വീട്ടിലൊരാൾ കയറി വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ സുധാകര മാഷാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വാസവനാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വരുൺ പറഞ്ഞതുപോലെ ആദ്യം മാപ്പ് അപേക്ഷിച്ചതിന് ശേഷം അവിടെ ശ്രീകാന്തും അതുപോലെ വർഷയുടെ അച്ഛനും തമ്മിലുള്ള സംസാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുകയാണ് വിക്രത്തിനോട്, അവിടെയുള്ള എല്ലാവരോടുമായിട്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ ശരിക്കും ഷോക്കാകുന്നുണ്ട്. കാരണം വേദ എന്തുകൊണ്ടാണ് അവിടെ വിക്രത്തിനെ വിട്ട് പോയത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന നിമിഷമായിരുന്നു അത്. അപ്പോൾ ശരിക്കും അമ്മയാണെങ്കിലും ഇങ്ങനെ കരഞ്ഞ് ഞെട്ടുന്നുണ്ട്, അച്ഛനാണെങ്കിലും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.